പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. എല്ലാവർക്കും ആ കൈപ്പുണ്യം കിട്ടണമെന്നില്ല. പക്ഷേ എനിക്ക് വലിയ കൈപ്പുണ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ പാചകം ചെയ്യും. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ എൻ്റെ പാചകം കണ്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാനിന്ന് മുളകരച്ച ഒരു മീൻ കറി വെക്കാനാണ്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒക്കെ ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തു. ബാക്കി ചുവന്നുള്ളിയൊക്കെ ഞാൻ കുഞ്ഞതായിട്ട് അരിഞ്ഞും എടുത്തിട്ടുണ്ട്. അപ്പോൾ അയലയും പാരയുമാണ് കിട്ടിയത്. അതിൽ 2 അയല ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മൺചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുകും ഉലുവയൊക്കെ ഇട്ട് അപ്പോൾ അത് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം ഒക്കെ ഇട്ട് ഒന്ന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതായത് ഒരു ബ്രൗൺ കളറിലൊക്കെ ആകുമ്പോൾ അത് നല്ല ഉടഞ്ഞ പരുവത്തിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് ഒരു ഉടഞ്ഞ പരുവത്തിലാവുമ്പോൾ അത് ഒന്ന് വഴറ്റി അടച്ചു വെച്ച് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അടച്ച് വെച്ച് നല്ലതുപോലെ അത് വഴണ്ട് വരുമ്പോൾ മാത്രം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഈ കറി വെക്കുന്നത് നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് ജോലിയും കഴിയും. നമ്മൾ തേങ്ങ തിരുവി അരയ്ക്കുന്ന പരിപാടികളൊന്നുമില്ല. പ്രത്യേകിച്ച് തേങ്ങയ്ക്ക് വിലയും അറിയാമല്ലോ. തേങ്ങ ഇല്ലാത്തവർക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് വെക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പം 2 അയല ഉണ്ടായിരുന്നത് ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു. അപ്പോൾ ഫ്രൈ ചെയ്യാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊരു കുഴമ്പ് പോലെ ആക്കിയിട്ട് മീനിലെല്ലാം തേച്ച് അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ചിരിക്കും. ഒരു 10-15 മിനിറ്റോളം വെച്ചിരിക്കും. എന്നിട്ടേ ഞാൻ ഫ്രൈ ചെയ്യുള്ളൂ. പിന്നെ കറികൾക്കും ഫ്രൈക്കും ഒക്കെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് കറിവേപ്പില. ടേസ്റ്റ് മാത്രമല്ല നല്ല മണവും കൊടുക്കും. പക്ഷെ നമുക്കിവിടെ കറിവേപ്പില ഇല്ല. എത്ര നട്ടാലും പൊടിക്കാത്തൊരു സാധനമാണ് കറിവേപ്പില. ഞാൻ ഒരുപാട് വാങ്ങി നട്ട് നോക്കി. പക്ഷെ കുറച്ച് ഹൈറ്റ് ആകുമ്പോഴേക്കും അത് എന്തെങ്കിലും മുഞ്ഞ പോലെയൊക്കെ വന്ന് അതങ്ങ് പട്ടുപോകും. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴണ്ട് ഒരു ബ്രൗൺ കളർ പോലെ ആയി. എന്നിട്ട് ഞാൻ അതിൽ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളർ കിട്ടും. എരിയും കുറവായിരിക്കും. പിന്നെ മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ആ പച്ചപ്പ് മാറുന്നത് വരെ, ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. തീ കുറച്ച് വെക്കണം. പിന്നെ അത് കുറച്ച് മുമ്പേ തന്നെ കുടംപുളി അല്ലെങ്കിൽ പെണംപുളി, ട്രിവാൻഡ്രത്തൊക്കെ പെണംപുളി എന്ന് പറയും. അപ്പോൾ അത് വെള്ളത്തിൽ കോരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോരുന്നതിന് ശേഷം നല്ലതുപോലെ കഴുകി അടുത്ത വെള്ളത്തിൽ സെക്കൻഡ് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുടംപുളി ഒരു 2 എണ്ണം പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇട്ട് വെച്ചിരുന്ന വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിക്കും. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴാണ് ഫിഷ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല തിളയ്ക്കുമ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കണം. പക്ഷേ ഫിഷ് ഇട്ട് കൊടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതെനിക്കിതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ അരപ്പെല്ലാം നല്ല പച്ചമണമെല്ലാം മാറി നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് കൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക.